ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഒരു സാറ്റർഡേ ആണ്, ഒരു 2 ആഴ്ച മുന്നത്തെ ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് വീഡിയോയാണ്. ഞാൻ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് പോലെ ഞാൻ എടുത്തതാണ്. സ്ട്രോബെറീസൊക്കെ വന്നിട്ടുണ്ട്, സ്ട്രോബെറിയുടെ സീസണൊക്കെ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഒത്തിരി പച്ചക്കറിയൊന്നും എടുത്തില്ല, കാരണം നമ്മൾ ആ വീക്കിൽ ആ വീക്ക് തുടങ്ങുമ്പം തന്നെ മൺഡേ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് വളരെ കുറച്ച് പച്ചക്കറിയും കുറച്ച് സ്ട്രോബെറി മാത്രം വാങ്ങിച്ചുകൊണ്ട് ഞാൻ തിരിച്ചെത്തി. ഹായ്, അപ്പോൾ ഞാൻ പുറത്ത് സാധനം മേടിച്ചിട്ടൊക്കെ വന്നു. ഇന്ന് വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല, തണുപ്പ് പിടിച്ച ദിവസം. പിന്നെ എന്താണ്, ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഫിഷിൻ്റെ ഒരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്നു. അത് ഫിഷ് കറി ഉണ്ടാക്കി അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. റോസ്റ്റ് പോലെ ഒരു എളുപ്പത്തിലൊരു ഫിഷ് റോസ്റ്റ് പോലെ ഉണ്ടാക്കാം. പിന്നെ കുക്കിങ്ങിൽ ഞാൻ മിക്കവാറും അത് മാത്രമേ കാണിക്കത്തുള്ളൂ. പിന്നെ ഞാൻ പാലപ്പും പരിപ്പും കൂടെ ഉള്ള തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒഴിക്കാനായിട്ട് മോര് കാച്ചിയത്. ഇതാണ് ഇന്നത്തെ ഒരു പ്ലാൻ, വേറെ ഒന്നുമില്ല. പിന്നെന്താണ്, അപ്പോൾ ഇന്നും കൂടെ ഞാൻ നോൺ വെജ് എടുത്ത് ഇന്ന് അങ്ങ് അവസാനിപ്പിക്കുകയാണ്. കാരണം നാളെ മകയിരം, മറ്റന്നാൾ തിരുവാതിരയൊക്കെയാണ്. അപ്പം നാളെ ഞാൻ വ്രതമൊന്നുമില്ല. മറ്റന്നാൾ വിചാരിക്കുന്നു എടുക്കണം എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നങ്ങ് നോൺ വെജുകൾ കംപ്ലീറ്റ് ഒഴിവാക്കി അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ വ്രതത്തിൻ്റെ തലേദിവസമല്ലേ, അപ്പം നാളെ വെജിറ്റേറിയൻ ആകാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ നമുക്ക് മീന് എല്ലാം നമ്മുടെ ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ എൻ്റെ മുടി കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുന്നു. എൻ്റെ മുടി ഇഷ്ടം പോലെ പൊഴിയുന്നുണ്ട്. ആ പനിക്ക് ശേഷം നല്ലപോലെ ഇപ്പോഴും പൊഴിയുന്നുണ്ട്. എന്തെങ്കിലും എനിക്കാണെങ്കിൽ ഇപ്പം ഈ തണുപ്പ് കാരണമേ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ആഴ്ചയിലൊരിക്കലല്ലേ കുളിക്കുന്നുള്ളൂ. പിന്നെ സാധാരണ പോലെ മുടി പോതി, പിന്നെ ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്നത് കഴിക്കുന്നുണ്ട്. പക്ഷെ പുറമേ ഒന്നും ഈ തണുപ്പ് കാരണം എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത്, ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചെല്ലാം ഉപ്പും മഞ്ഞപ്പൊടി, സോഡാപ്പൊടി, വിനാഗിരി ആ സംഭവത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി. അവിടെ ഇപ്പം ഒത്തിരി കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ഭയങ്കര നല്ല സ്ട്രോബെറി ആയിരുന്നു, ഭയങ്കര നല്ലതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യത്തെ അത്രയ്ക്ക് ഒരു ഗുണമില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ, അത് ഭയങ്കര നല്ല സ്ട്രോബെറി ആയിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് സ്ട്രോബെറി ആക്ച്വലി ഇഷ്ടമാണ്. അതിൻ്റെ പുളിയും ചിലതിന് മധുരവും പുളി ചിലതിന് പുളിയായിരിക്കും, പക്ഷെ എന്നാലും എന്താ പറയുന്നത്, എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ വാങ്ങിക്കും. ഇപ്പോഴാണെങ്കിൽ സീസൺ അല്ലേ, സീസൺ സമയത്തേ കാണാറുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും പച്ചക്കറിയൊക്കെ അടുക്കാൻ മാത്രം ഒന്നുമില്ല. ഞാൻ നാളെ ഒരു തീയൽ വെക്കണം. അപ്പം ചേനയും ചെറിയ ഉള്ളി ഞാൻ ഉരുക്കിയത് വാങ്ങിച്ചു. ഉള്ളിയും കൂടെ തീയൽ, മുരിങ്ങയ്ക്കൊക്കെ ആയിട്ടൊരു തീയൽ വെക്കാം. അത് മാത്രമുള്ള ഒരു തീയൽ, കാരണം വേറെ പച്ചക്കറി ഞാൻ വാങ്ങിക്കുന്നില്ല. വെള്ളം കൊണ്ടുവന്നു, അത്യാവശ്യം മധുരമുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര നല്ല അല്ലെങ്കിലും നല്ല. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ മീന് എന്താ പറയുന്നത്, ഐസാണ്. അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വെച്ചിരിക്കുകയാണ്. അരി വെച്ചു, പരിപ്പ് വേവിക്കാൻ വെച്ചു, പാലക്കും പരിപ്പും കൂടെയുള്ള തോരന് വേണ്ടിയിട്ട്. പിന്നെ ഇനിയും ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ആ സമയത്ത് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആക്ച്വലി എനിക്കിന്ന് കുറച്ച് സമയം കിട്ടത്തുള്ളൂ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ.
കുഴപ്പമില്ല. കറി ആക്കുന്നതുകൊണ്ട്, കറി മീൻസ് റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് പിന്നെ അത് ഇതൊക്കെ മസാലയൊക്കെ ഇടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. എന്നാലും കുറച്ച് നേരം പിടിച്ച് നേരത്തെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം പിടിക്കും. പക്ഷെ ഇന്ന് എനിക്കതിനുള്ള ടൈമില്ല. കാരണം ഇന്ന് ഓൾറെഡി ഞാൻ എണീറ്റപ്പോഴേ ലേറ്റ് ആയിപ്പോയി. ഇന്നലെ രാത്രിയിൽ ഒട്ടും ഉറക്കമൊന്നും വന്നില്ല. അപ്പോഴത്തേനും ഇന്ന് എണീറ്റപ്പോഴേ ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്കിന്ന് രാവിലെ നേരത്തെ പരിപാടി ഒന്നും തുടങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ സാധനം മേടിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും സമയം ഒരുപാടായി. അപ്പം ഞാൻ വേഗം ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കട്ടെ. അപ്പോൾ ഞാൻ ഫിഷ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ ഫിഷ് റോസ്റ്റിന് റെസിപ്പി തേങ്ങാപ്പാൽ ഒഴിച്ചും പല രീതിയിലുള്ള ഫിഷ് റോസ്റ്റിന് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫിഷ് റോസ്റ്റ്. ആക്ച്വലി ചോറിൻ്റെ കൂടെ കൂട്ടാനും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ പോകുന്ന ഒരു കാര്യമാണ് എനിക്ക് ശ്രീഹരിക്ക് ഈ ഫിഷ് റോസ്റ്റ്. അപ്പം ചിലപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ സ്ഥിരമായിട്ട് ഉണ്ടാക്കത്തില്ല. കാരണം ഇത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, പിന്നെ ഇതെല്ലാം അരിഞ്ഞ് നമുക്ക് ആ ഒരു കുറച്ച് പരിപാടി ഉള്ളത് കൊണ്ട് ഞാൻ തോന്നുമ്പോഴൊക്കെ മീൻസ് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കും. അപ്പം ഇത് ഏത് മീനായിരുന്നു എന്ന് ഞാൻ ആക്ച്വലി മറന്നുപോയി. വറ്റയായിരുന്നെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്, വറ്റമീനാണെന്ന് തോന്നിയത്. അപ്പം അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം വെച്ചാൽ നല്ലത്. പക്ഷേ എനിക്ക് അത്ര നേരമൊന്നും വെച്ചില്ല, ഞാനൊരു അരമണിക്കൂറൊക്കെ വെച്ചുള്ളൂ. എന്നിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ദശക്കട്ടിയുള്ള മീനാണ് ഏറ്റവും നല്ലത്. നെയ്മീൻ ഇതുപോലുള്ള ഇത് ആക്ച്വലി ദശക്കട്ടിയുള്ള മീനാണ്. പിന്നെ ഏറ്റവും ടേസ്റ്റ് കേര, നെയ്മീൻ അതിലൊക്കെ ഫിഷ് റോസ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അത് നെയ്മീനിലാണ് ഞാൻ മിക്കവാറും നെയ്മീൻ മേടിക്കുമ്പോൾ ഫിഷ് റോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഇച്ചിരി നല്ല ദശക്കട്ടിയുണ്ട്, അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങ് ചെയ്യാമെന്ന്. പിന്നെ ആ ബാക്കി വന്ന എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ സബോള, തക്കാളി ഈ വക കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് സബോള എടുത്തിട്ടുള്ളൂ. ഈ മീൻ ആക്ച്വലി ഒരു 400 ഗ്രാമൊക്കെ കാണും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, അത് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ ചുമ്മാ എനിക്ക് അതിനകത്ത് ഇങ്ങനെ തേങ്ങാക്കൊത്ത് ഇഷ്ടമായിട്ട് ചേർക്കുന്നതാണ്. പിന്നെ കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല വേണമെന്നവർക്ക് ഗരം മസാല, പെരുംജീരകം ഇതൊക്കെ ചേർക്കാം. ഞാൻ അത് ചേർത്ത് ഗരം മസാല ഞാൻ അധികം ഉപയോഗിക്കാറില്ല. പെരുംജീരകം ചേർത്ത് ഞാൻ വേറൊരു ടൈപ്പ് രീതിയിൽ ഞാൻ ചെയ്ത് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല. തക്കാളിയും കൂടെ ഒഴിച്ച് കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അതങ്ങ് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഇച്ചിരി പുളിയുള്ള തക്കാളി എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും മീനായതുകൊണ്ട്. പിന്നെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ റോസ്റ്റ് പോലെ വെക്കുന്നത് കൊണ്ട് പുളി ഇപ്പോൾ ഇച്ചിരി മീനിന് അത് കുഴപ്പമില്ല. നമ്മൾ പച്ചയ്ക്ക് വെക്കുമ്പോഴാണ് മീനിന് ആ പുളിയൊക്കെ നന്നായിട്ട് വേണ്ട. ഫ്രൈ ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല. ഇതങ്ങനെ അങ്ങ് വരട്ടി ഇങ്ങനെ നല്ല ലോ ഫ്ലെയിമിൽ അങ്ങ് വരട്ടിയെടുക്കണം. ആ രീതിയിലാക്കി കഴിയുമ്പോഴത്തേന് ശരിയാവും. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. പിന്നെ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൽ ഇത് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് കണ്ടോ നന്നായിട്ട് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് റോസ്റ്റ് ചേർത്ത്. അപ്പം എരിവൊക്കെ എല്ലാവരും ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ മോര് കാച്ചിയതും. പിന്നെ ഞാൻ പരിപ്പും ചീരയും കൂടെ ഉള്ള തോരനൊന്നും കാണിച്ചില്ല ആക്ച്വലി. കാരണം അതൊക്കെ ഓൾറെഡി നേരത്തെ ഒത്തിരി കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനൊന്നും കാണിച്ചില്ല. ഇതൊക്കെ കൂട്ടി പുളിശ്ശേരി, പരിപ്പ് ചീര തോരൻ, ഫിഷ് റോസ്റ്റ് ഇതൊക്കെ കൂട്ടി ഉണ്ടിട്ട് വൈകുന്നേരം ആയപ്പം ഞങ്ങൾ ചായ കുടിച്ചില്ലായിരുന്നു വീട്ടിൽ നിന്ന്. വിചാരിച്ചു ഇവിടെ വന്ന് കാപ്പിയും ബോണ്ട സൂപ്പും കഴിക്കാവുന്ന. ഞാൻ എൻ്റെ മിക്കവാറുമുള്ള വീഡിയോയിൽ ഞങ്ങൾക്ക് സ്ഥിരം കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പുറത്തു പോകുമ്പം കഴിക്കാൻ. അത് തന്നെ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കൂടുതൽ പരീക്ഷണത്തിന് വലുതായിട്ട് അങ്ങനെ പോകാറില്ല കുറച്ച് നാളായിട്ട്. ഇത് പക്ഷേ ഒരു നല്ല സ്നാക്കാണ്.
ഈ ബോണ്ട സൂപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഈ ബാംഗ്ലൂർ ബോണ്ടയില്ലേ, ആ ബോണ്ട ഇങ്ങനെ ഒരു ദാലിനകത്ത് അതിന് ചെറിയൊരു സാമ്പാറിൻ്റെ പുളിയില്ല, പക്ഷേ സാമ്പാർ കൂടി ചേർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റിലാണ് ഇരിക്കുന്നത്. അതും മേടിച്ച് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാക്സിലേക്ക് വിടുകയാണ്. നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എലമെൻറ്റ്സ് മോളിലെ മാക്സിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അത് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ക്രിസ്മസിൻ്റെ ഒന്നും അവർ ഇതുവരെ അഴിച്ചു പോലും വെച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ മാക്സിലേക്ക് കയറാൻ പോവാണ്. അവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഫുഡൊന്നും പുറത്തുനിന്ന് കഴിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പം അടുത്ത ആഴ്ച നാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് എന്തായാലും പുറത്തുനിന്ന് നല്ലപോലെ കഴിക്കും. അതുകൊണ്ട് ഈ വീക്കെൻഡിൽ പുറത്തുനിന്ന് കഴിപ്പൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം തിരുവാതിരയുടെ വ്രതമൊക്കെ തുടങ്ങുവാണ്. അപ്പം ഞാൻ ഉച്ച കൊണ്ട് നോൺ ഐറ്റംസ് എല്ലാം തീർത്തു. പിന്നെ നോണൊന്നും ഞാൻ വെച്ചിട്ടില്ല. 2 ദിവസം ഇനി വെജിറ്റേറിയനാണ്. വെജിറ്റേറിയൻ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ചെല്ലുന്ന ദിവസം തന്നെ നമ്മൾ നോൺ വെജൊക്കെ കഴിക്കും, ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് തിരുവാതിരയും കൂടെ ആയതുകൊണ്ട് ഞാൻ എല്ലാം 2 ദിവസം മുന്നേ എല്ലാം അങ്ങ് തീർത്തു. ഹായ്, അപ്പം നമ്മൾ പുറത്തു പോയിട്ടൊക്കെ വന്നു. ഡ്രസ്സൊക്കെ എടുക്കാൻ പോയതല്ല, പ്രത്യേകിച്ച് വലിയ കാര്യത്തിലൊന്നും പോയതല്ല. പിന്നെ അപ്പോൾ ഇനിയിപ്പം പതുക്കെ ഡിന്നർ കഴിക്കാനുള്ള ഒരു ഇതിലാണ്. ഡിന്നറിന് ഞാൻ വിചാരിച്ചു, ഞാൻ കുറച്ച് മട്ടേരി വെള്ളത്തിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് വെച്ചൊരു കൊഴുക്കട്ട ഉണ്ടാക്കാം. പിന്നെ കുറച്ച് റാഗി ദോശയുടെ മാവ് ഇരിപ്പുണ്ടാക്കും. പിന്നെ ഒരു ചമ്മന്തി മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇന്നും കൊണ്ട് അടുക്കളയൊക്കെ ക്ലീനാക്കി ഫ്രിഡ്ജുമെല്ലാം ഒഴിപ്പിച്ച് ഇതാക്കാം. കാരണം നാളെ രാവിലെ തൊട്ട് ഞാൻ വിചാരിച്ചു രാവിലെ കുളിച്ചിട്ട് വെള്ളം കുടിക്കാവുന്ന, നാളെ മറ്റന്നാളും അങ്ങനെ വ്രതത്തിൽ പോട്ടെന്ന് വിചാരിച്ചു. കറക്റ്റായിട്ട് എന്താ പറയുന്നത്, ആദ്യം മറ്റന്നാളും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പക്ഷെ പലയിടത്തും പറയുന്ന കേട്ട് ഇന്നും നാളെ ഉച്ച തൊട്ട് തിരുവാതിര, എന്നിട്ട് തിങ്കളാഴ്ച 10:30 വരെ ഉള്ളതെന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ പിന്നെ നാളെ ഞാൻ ആക്ച്വലി സ്കിപ്പ് ചെയ്താൽ നാളെ വെജിറ്റേറിയൻ ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ചതാ. അല്ലാതെ ബാക്കിയെല്ലാം കഴിച്ചു. ഞാൻ നാളെ മറ്റന്നാളും ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വ്രതം എടുക്കുന്ന ആക്ച്വലി നല്ല. അപ്പം നമ്മുടെ ശരീരവും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരും. വേസ്റ്റൊക്കെ കുറച്ച് ഇത് ഞാൻ വിചാരിക്കുന്നു, അങ്ങനെയൊക്കെ ഞാനങ്ങ് കരുതുന്നു, അറിയത്തില്ല. അപ്പോൾ അതൊക്കെയാണ്. വേറെ എന്താ പറയുന്നത്, ശരിക്കും എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ടൊരു മടിയുണ്ട് പുറത്തൊന്നും പോകാൻ. എനിക്കങ്ങനെ വളരെ തണുപ്പും മടുത്തതാണ്. ആക്ച്വലി തണുപ്പങ്ങ് മടുത്തുപോയി. അതിൻ്റെ ഒരു മടുപ്പാണിത്. പുറത്തിറങ്ങിയാലും തണുപ്പ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ സാറ്റർഡേ വ്ലോഗ് കാണുമ്പം ഞാൻ എൻ്റെ സാറ്റർഡേ വ്ലോഗ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഈ എണ്ണ നമ്മുടെ ഓയില് കട്ടിയാവുന്നതിനെക്കുറിച്ച് സാറ്റർഡേ വ്ലോഗിലല്ല സൺഡേ വ്ലോഗിൽ ഓയിൽ കട്ടിയാകുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ വെളിച്ചെണ്ണ, അപ്പം അത് ഒലിവ് ഓയിൽ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞതാണ് എൻ്റെ മറ്റേ കുപ്പി എനിക്ക് മാറ്റണം, കുറേ വർഷമായി മാറ്റണമെന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ആട്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അന്നത്തെ ദിവസം തന്നെ രാത്രി അതിൻ്റെ അടപ്പ് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് അടപ്പിൻ്റെ ഈ മുകളിലത്തെ ഈ ഭാഗമില്ലേ, ഈ ഒരു ഇതങ്ങ് പൊട്ടിപ്പോയി. പിന്നെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് സിഗ്നോവെയറിൻ്റെ, പക്ഷെ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനേക്കാട്ടിലും നല്ല ബലമുണ്ട്. അത് ഞാൻ ലുലുവിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിനേക്കാട്ടിലും നല്ല ബലമുണ്ട്.
പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ വെളിച്ചെണ്ണ ഈ ടൈപ്പ് വലിയ വട്ടമുള്ള കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കട്ടിയാവും. ഇത് കട്ടിയാകുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട്, ഞാനിപ്പോൾ ഇതിനകത്ത് വലിയ സ്പൂൺ ഇടാൻ പറ്റും. അപ്പം ഒരു സ്പൂൺ ഞാനിങ്ങനെ ഇട്ട് വെച്ചു. കാരണം ഇതിനകത്തൊന്ന് കോരി ഇടല്ലേ നടക്കത്തുള്ളൂ. ഇത് ഇനി എന്താ പറയുന്നത്, ഇതുപോലെ വലിയ വായുള്ള നമ്മുടെ ചെറിയ വായുള്ളത് ഇതിനകത്തോട് ഇറങ്ങി വരത്തില്ലല്ലോ കട്ടിയായി കഴിഞ്ഞാൽ. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇടണം. അപ്പം ഞാൻ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ആക്ച്വലി പക്ഷെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് പിന്നെ അത് അതൊക്കെ ഭയങ്കര താമസം ഉള്ള കാര്യം. എന്നെ സംബന്ധിച്ച് ഞാനതൊന്നും ഓർക്കത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാനത് രണ്ടാമത് വാങ്ങിച്ചു. ഇത് ആമസോണിൽ ഇവിടെ 1 day ഡെലിവറി മീൻസ് ഞാൻ അപ്പം തന്നെ ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം എനിക്ക് കിട്ടി. പക്ഷെ ഇത് നല്ല കുപ്പിയാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഈ കുപ്പി. അപ്പോൾ അങ്ങനെ അത് ഞാൻ കുറേ അത് ഞാൻ ഇവിടെ വന്നപ്പം വാങ്ങിച്ചതാണ്. ഇവിടെ വന്ന് കുറച്ച് ആദ്യത്തെ വിൻ്ററിന് എനിക്ക് അത്രയും ബോധമില്ലായിരുന്നല്ലോ. അത്രയും എനിക്ക് ഞാൻ ചെറിയ കുഞ്ഞ് വായുള്ള കുപ്പിക്കകത്ത് തന്നെ ഒഴിച്ച് വെച്ചിരുന്ന വെളിച്ചെണ്ണ അന്ന് എനിക്ക് അത്രയും ഇതില്ലായിരുന്നു. ഇത് കട്ടിയായി കഴിയുമ്പം നമ്മൾ അതുപോലെയുള്ളിടത്ത് ജീവിക്കാത്തതുകൊണ്ട് കഴിയുമ്പോൾ ഇച്ചിരി പാടാന്നുള്ള കാര്യം. അപ്പം ഞാൻ വാങ്ങിച്ചതാണ് ആ കുപ്പി. അതായത് ഇപ്പോൾ 5-6 കൊല്ലമായി ഞാൻ ആ കുപ്പി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അപ്പം തൊട്ട് ഞാൻ ആ ഒരു കുപ്പി അത് ഇതുവരെ നല്ലതായിരുന്നു. അതിൻ്റെ അടപ്പ് പൊട്ടിപ്പോയപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ ഇത് വാങ്ങിച്ച. ഇത് പക്ഷെ നല്ലതാണ്. അപ്പം നമുക്കിനിയും കൊഴുക്കട്ട ഉണ്ടാക്കാം. ഈ മട്ടരിയുടെ കൊഴുക്കട്ടയുടെ വീഡിയോ അത് മാത്രമായിട്ട് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് കാണിക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിലാണ്. ഒന്നുമില്ല, റൈസ് കുതിർത്ത് വെക്കുക, അതൊന്ന് ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കുക. കുറച്ച് തേങ്ങയും ജീരകവും മട്ടാരി എല്ലാം കൂടെ പൊടിച്ചെടുക്കുക. അത് ഉണ്ട പിടിച്ച് ആവി കയറ്റി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിഷ്ടമാണ് മട്ടേരിയുടെ കൊഴുക്കട്ടയൊക്കെ. അപ്പം അതും പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തി, അതിൻ്റെ ഒരു കോംബോയാണ് ആ ഉള്ളിച്ചമ്മന്തി. ആ ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഉള്ളിയും വറ്റൽമുളകും എല്ലാം കൂടെ ഇത് മൂപ്പിച്ചുള്ള ഉള്ളിച്ചമ്മന്തി. അപ്പം അത് കാണിക്കണം വേണ്ട, ജസ്റ്റ് ഞാനൊന്ന് ഓവറോൾ ഒന്ന് കാണിക്കാൻ, വലിയ റെസിപ്പി ആയിട്ടൊന്നും ഞാനത് പറഞ്ഞു. കാരണം ഞാൻ അതിൻ്റെ തന്നെ വീഡിയോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ലോഗ് പോലെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ആദ്യം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ ഞാൻ ഉണ്ടാക്കാൻ എനിക്ക് ലേറ്റ് ആയതുകൊണ്ട്, ഞാൻ എണീറ്റപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ദോശ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചു. അപ്പോൾ രാത്രിയിൽ ഞാനിത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പം തേങ്ങയും നമ്മുടെ ജീരകവും ഈ മട്ടരിയും എല്ലാം കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം തളിച്ച് ഞാനിതിങ്ങനെ കൊഴുക്കട്ടയ്ക്ക് നമ്മൾ കൊഴുക്കട്ട ഇങ്ങനെ ഉണ്ട പിടിക്കുന്ന പോലെ ഇതുപോലെ ഉരുട്ടി അങ്ങ് വെക്കുക. എന്നിട്ടിത് ആവി കയറ്റി അങ്ങ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡിയായി. ആക്ച്വലി ഈ കൊഴുക്കട്ട ഇത് വെള്ളത്തിൽ വേവിച്ചാലും ആ വെള്ളം കുടിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റ്. വെള്ളത്തിൽ വേവിച്ച് എടുക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിക്കും. പക്ഷെ ഞാൻ ആ കാര്യങ്ങൾ മറന്നു. ഞാൻ നേരെ സ്റ്റീമർ വെച്ച് ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കും. ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ വേവിച്ച് എടുക്കാം. അതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഉള്ളിച്ചമ്മന്തി, ഇതിനകത്ത് ഞാൻ പുളി ചേർക്കുന്നില്ല. ഇത് പുളി ചേർത്തെടുത്താലും നല്ലതാണ്. അത് നമുക്ക് വേറെ നമ്മുടെ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ ഉള്ള കാര്യങ്ങളോടൊക്കെ എടുക്കാം. ഇതിനകത്ത് ചേർക്കുമ്പോൾ എനിക്ക് പുളി ചേർക്കുന്നതിലും അല്ലാതെ ചേർക്കുന്ന ഇഷ്ടം. നമ്മുടെ വറ്റൽമുളകും ചെറിയുള്ളി തന്നെ എടുക്കണം. അതും കൂടെ വഴറ്റി മൂപ്പിച്ചിട്ട് ഇതിങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. മിക്സിക്കകത്തിട്ട് ചതയ്ക്കുന്നതിൽ എനിക്ക് ഇതുകൊണ്ട് ചതച്ചെടുക്കുന്ന കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മുടെ ഡിന്നർ റെഡിയായി. ഇത് ശ്രീഹരിക്ക് ഞാൻ റാഗി ദോശയുടെ മാവുണ്ടായിരുന്നു, അതും പിന്നെ ഈ കൊഴുക്കട്ടയും കൂടെ കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് പോലെ താങ്ക് യു സോ മച്ച്.